നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സ്റ്റുഡിയോയിലും സ്റ്റേജിലും വെള്ളിത്തിരയിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന റിമി ടോമിയാണ് നമ്മുടെ അതിഥി. റിമിയുമായിട്ട് അവരെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിലേക്ക് നമ്മൾ JB ജംഗ്ഷനിലൂടെ പ്രയാണം ചെയ്യുകയാണ്. റിമി പക്ഷെ പത്രം വായനയൊന്നുമില്ലല്ലേ? പത്രം വായിക്കില്ല. അതൊരു ശരി, അതൊരു തെറ്റാണ്. ഒരിക്കലും കുട്ടികൾക്ക് ദുർമാതൃക തരുവല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് എന്തോ പത്രം, ന്യൂസ്, സ്പോർട്സ് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാ. പത്രം, ന്യൂസ്, സ്പോർട്സ്, പുസ്തകം ഒട്ടും പറ്റില്ല. ഇതൊക്കെ പറഞ്ഞ ബുദ്ധിജീവികൾക്ക് നേരെ എതിരാവും. ഇല്ല, റിമി എന്തുകൊണ്ടാണ് അത് വായിക്കാത്തത്? നമുക്ക് ഇൻട്രസ്റ്റ് വരണ്ടേ, നമുക്ക് ഇഷ്ടം വരണ്ടേ? അങ്ങനെയല്ല. പിന്നെ ഈ സീതി ഹാജി പണ്ടൊരു കാര്യം പറയും. അതായത് ഈ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ സീതി ഹാജി ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കടലിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അവിടെ വല്ല മരം ഉണ്ടായിട്ടാണോ എന്ന് പറഞ്ഞാൽ റിമി ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചു. അതായത് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സ്വഭാവത്തിൽ കൃത്രിമത്വം വരും, ബുദ്ധിജീവിയാവും. അപ്പോൾ നൈസർഗികമായ സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് കുറച്ച് മാറ്റം വരും. അതും ഒരു ശരിയായിരിക്കാം. ഒരു പക്ഷെ ഞാൻ ഭയങ്കര വായന തുടങ്ങി, ഞാൻ സംസാരിക്കുന്നതെല്ലാം ഭയങ്കര സീരിയസ് ആയി പോയി, ഞാൻ എല്ലാത്തിനെ പറ്റിയും ഭയങ്കര വാചാലയായിട്ട് സംസാരിക്കുന്നു, ഓക്കെ, ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയേക്കാം. പക്ഷെ അതുകൊണ്ടല്ല കേട്ടോ ഞാൻ വായിക്കാണ്ടത്. എനിക്കിത് വായിക്കാൻ തോന്നണ്ടേ. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിട്ടുള്ള കുട്ടി അൽഫോൺസോ കോളേജ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിട്ടുള്ള കുട്ടിയായിരുന്നിരിക്കാം ഞാൻ. കാരണം ഈ പറഞ്ഞ രാത്രി ഫുൾ പ്രോഗ്രാമിന് പോയിട്ട് രാവിലെ വന്ന് ക്ലാസ്സിൽ വന്നിരിക്കും. പക്ഷെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ IG കോപ്പി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന് റിമി ടോമി പണ്ട് കോപ്പി അടിച്ചതല്ല. അപ്പൊ ടീച്ചേഴ്സ് ഓർത്തു ഇത് ക്ലാസ്സിൽ വന്നില്ലെങ്കിലും പഠിച്ചോളൂല്ലോ. ഇതൊരു SSLCക്ക് മാർക്ക് ഉണ്ടായിരുന്നു, 477 മാർക്ക് ഉണ്ടായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞു. സത്യമായിട്ടും മാർക്ക് ലിസ്റ്റ് തിരുത്തിയോ? ഇല്ല, ഒരിക്കലും തിരുത്തിയില്ല. അതായത് റിമി ക്ലാസ്സിലും കോളേജിലും സ്കൂളിലും നിറഞ്ഞു നിന്നിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ എന്തെങ്കിലും പാട്ട് പരിപാടി ഉണ്ടെങ്കിൽ റിമി ഉണ്ടാവും. കാരണം പാട്ടുകാരെന്ന് പറയുന്നത് അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, സ്കൂളിലൊക്കെ പ്രത്യേകിച്ച് പാട്ടുകാർ അവരെല്ലാ ഫംഗ്ഷനും എല്ലാ കാര്യത്തിനും അവർ വേണമല്ലോ, അവിഭാജ്യ ഘടകമാണ്. അതെ അതെ. ഒരു പ്രാർത്ഥനാ ഗാനമാണ്, ഒരുപക്ഷെ നൊവേനയൊക്കെ പാടിയിട്ടാണ്. ആരായിരുന്നു റിമിയെ പാടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒത്തിരി അച്ഛന്മാരുണ്ട്. ആഞ്ചാനിക്കൽ അച്ഛനുണ്ട്, തർപ്പലച്ഛനുണ്ട്, ദീപ സിസ്റ്റർ ഉണ്ട്, ജോർജ് സാറുണ്ട്, സലിം സാറ്. ഇതൊക്കെ എനിക്ക് കടപ്പാടിന്റെ കാര്യത്തിൽ ആദ്യം ഓർക്കേണ്ട ഇവരെയാണ്. അവർക്കറിയാം. ഞാൻ ഇപ്പം നിങ്ങൾ ചോദിക്കില്ലേ, ചിലർ ചോദിക്കും റിമി ഇങ്ങനെയാണോ, കൊച്ചിലെ തൊട്ട് ഇങ്ങനെയായിരുന്നു, അത് റിമി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിരിക്കുമോ, ഇങ്ങനെയൊക്കെ അടിച്ചുപൊളിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ കുസൃതി ഉണ്ടോ? എന്നെ ശരിക്കും അറിയുന്ന ഇവർക്കൊക്കെ അറിയാം. ഈ പറഞ്ഞ 5 പേർക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ എങ്ങനത്തെ സ്വഭാവമുള്ള ആളായിരുന്നു. അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സുഹൃത്ത് ആശാലക്ഷ്മിയും കൂട്ടിയിട്ട് ഒരു സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചല്ലോ ഇങ്ങനെ ഒരു ചോദ്യം, സ്കൂളിൽ വെച്ച് എന്തെങ്കിലും വികൃതി. അന്ന് കോൺവെന്റ് സ്കൂളിലാണ്. പുറത്ത് പോയി ഒരു കടയിൽ പോയിട്ട് ഒരു മുട്ടായി മേടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായോ? ക്ലാസ് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട വിഭവം സിപ്പപ്പാണ്. സിപ്പപ്പ് ഇപ്പൊ അന്യം നിന്ന് പോയി ആ ഒരു പലഹാരം. ഇല്ല, ഇപ്പൊ ഇല്ല അങ്ങനെ ഒരു പോലും. 1 രൂപയ്ക്ക് ഒരു സിപ്പപ്പ് കിട്ടും, അതിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. അതിങ്ങനെ കടിച്ചുകൊണ്ട് വേണം വീട്ടിലോട്ട് ഇങ്ങനെ അങ്ങനെ ഒരു പോക്കുണ്ട്. വീട് എത്തുന്നതേ നമ്മൾ അറിയില്ല. അതായിരുന്നു അന്നത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. സിപ്പപ്പ് കഴിച്ച് അത് അത്രയും ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്ന് ആശാലക്ഷ്മിയും കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ആശാലക്ഷ്മിന്റെ ആത്മമിത്രമായിരുന്നു. ആത്മമിത്രമായിട്ട് ഒരു ഫോട്ടോ സ്കൂൾ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് വഴിക്ക് പോകും. അപ്പൊ അവിടെ ഏതൊരു ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. ഇത് ഫോട്ടോ സ്റ്റുഡിയോന്നോ അല്ലെങ്കിൽ എവിടുന്നോ സ്കൂൾ സിസ്റ്റേഴ്സിന്റെ അടുത്തെത്തി. അനുവാദം ചോദിക്കാണ്ട് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി സ്കൂൾ പിള്ളേർ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അത് ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകളിൽ ഒരു തെറ്റ് മാത്രം അന്ന് വിചാരണ ചെയ്തു. അതൊക്കെ വലിയ അന്താരാഷ്ട്ര കുറ്റം. അങ്ങനെ ഭയങ്കര ഇതല്ല, ക്ലാസ്സിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ. പണ്ട് ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്ഥാനമില്ലെന്ന്, മാനിക്കപ്പെടുന്നില്ല. പക്ഷെ റിമിക്ക് നാട്ടിൽ എനിക്ക് അങ്ങനെ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാണ്ടിരുന്നാ മതി. അങ്ങനെ ആരും അപമാനിച്ചിട്ടൊന്നുമില്ല. അല്ല, പാലയിൽ ഇപ്പൊ മാണി സാർ തന്നെ നമ്മുടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, എനിക്ക് അങ്ങനെ പാലയുടെ അഭിമാനമാണെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ ഓർത്തിരിക്കേണ്ട, നാട്ടുകാർ അങ്ങനെ ചെയ്തല്ലോ, എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്ത് ശരിയായില്ലോ എന്നൊന്നും കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എനിക്കൊന്നും ഇല്ല പറയാൻ. സിനിമയിലേക്കുള്ള വരവ് നമ്മൾ തിരിച്ചു പോകാം. ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഹിറ്റ് എന്ന് പറയുന്നത് ഉദയനാണ് താരം.
ഏതാ? ഉദയനാണ് താരം. മെയിൻ ഹിറ്റ് അതായിരുന്നു. ശരിയാ. അതിൽ എനിക്ക് തോന്നുന്നു റിമിയുടെ ആ ഒരു എന്താ പറയുക ഡിക്ഷനൊക്കെ നന്നായിട്ടങ്ങ് ചേർന്നു. ചേട്ടാന്നുള്ളൊരു വിളിയും കുട്ടി എന്നെ കിട്ടില്ലല്ലോ ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നൊക്കെ എന്റെ രസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷെ അത് രണ്ടുപേരും പാടുവാണ്. ഞാൻ ചിത്രം വേണമെങ്കിൽ നടത്തി വിട്ടാം. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്ന് കിണുങ്ങാതെ ഞാനില്ല ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല ഞാനില്ല നിൻ വിളി കേൾക്കാൻ അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കും കിളിയേ മാനസ കിളിയേ വെറുതെ നിന്ന് കിണുങ്ങാതെ. റിമി ടോമി അങ്ങനെ മലയാള സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഗാനങ്ങളുടെ ശബ്ദവാഹികയായിട്ട് മാറുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് സംഗീത സംവിധായകർ, വിദ്യാസാഗർ, എം ജയേന്ദ്രൻ, അങ്ങനെ ഒരുപാട് അവർക്ക് വളരെ പ്രിയങ്കരിയായിട്ടൊരു ഗായികയായിട്ട് മാറുന്നു. പെട്ടെന്ന് സംഭവിച്ചതൊക്കെ സംഭവിച്ചതാണ്, ദ്രുതഗതിയിൽ സംഭവിച്ചു. കണ്ണാടി നോക്കിയിട്ട് ഇത് പഴയ റിമി ടോമി തന്നെയാണോ? പെട്ടെന്ന് സംഭവിച്ചതാണോ ഇത്? പെട്ടെന്ന് പറഞ്ഞാൽ സാധാരണ എത്രയോ ആൾക്കാർ ഒരു സിനിമയിൽ പാടാൻ വേണ്ടി കാത്തു നിന്ന് ഇങ്ങനെ ഒരുപാട് കോറസ് ഒക്കെ പാടി അതൊക്കെ പാടി ട്രാക്കെല്ലാം പാടി ഇങ്ങനെ പാടി 5-10 വർഷം ചിലർ മദ്രാസിൽ പോയി കിടക്കും. അയ്യോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവാനുഗ്രഹമാണ്. കാരണം ധ്യാനത്തിനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന എന്നെ കണ്ടിട്ടാണ് ഏഞ്ചൽ വോയിസിലെ ഷാജി എന്ന് വെച്ചാണൊക്കെ ഗാനമേള എന്നൊരു രീതിയിലോട്ട് ഞാൻ പോകുന്നത്. അതിന് മുമ്പ് ഏഞ്ചൽ വോയിസിന് മുമ്പ് എത്രയോ ട്രൂപ്പുകളിൽ പാടിയേക്കുന്നു, സ്ഥിരമായിട്ട് പാടി ഏഞ്ചൽ വോയിസിൽ. പിന്നെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നാദൃഷിക്കയുടെ അവിടെ വരുന്നു, ആ അമ്പലത്തിൽ വരുന്നു, അപ്പം നാദൃഷിക്ക അവിടെ കാണുന്നു. അങ്ങനെയാണ് ചിങ്ങമാസം എന്നുള്ള പാട്ടിലോട്ട്. അല്ലാണ്ട് ഒരു സ്ഥലത്തും എനിക്ക് തേടി പോകേണ്ടതായിട്ട് ദൈവം അങ്ങനെ ഒന്നും വരുത്തിയിട്ടില്ല. എല്ലാം റിമിയെ തേടി വരുവായിരുന്നു. തീർച്ചയായിട്ടും. ഈ സിനിമ തിങ്കൾ മുതൽ വെള്ളി വരെ അങ്ങനെ തന്നെയല്ലേ. കണ്ണൻ വന്നു, ആൻഡോ ചേട്ടൻ വന്നു, റിമിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സംസാരിച്ചത് വരുവാന്ന് പറഞ്ഞ ശബ്ദം കൊണ്ട് വരിക. അതെ, ആ ധൈര്യമാണ് ഒരു പക്ഷേ ഈ സിനിമയിലേക്കുള്ള വരവ്. പക്ഷേ പാട്ട് പാടാൻ പ്രത്യേകിച്ച് ആരുടെയും ഒരു ധൈര്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, ചെറിയ പ്രായത്തിൽ റിമി പാടി തുടങ്ങി. അതെ അതെ, ഈശ്വര ഗാനങ്ങള്, നൊവേന. തീർച്ചയായിട്ടും. അന്ന് പാടിയിരുന്ന ഭക്തിഗാനം ഏതായിരുന്നു റിമി? ഓർമ്മയുണ്ടോ? സ്ഥിരമായിട്ട് പാടിയിരുന്നു. ഒരുപക്ഷെ വന്ന വഴിയിലേക്കൊന്നും വേണമെങ്കിൽ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട്. പാലാ പള്ളിയിൽ, പ്രത്യേകിച്ച് ലാലം പഴയ പള്ളി. ഇന്നിപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ വീടിന്റെ അടുത്തായതുകൊണ്ട് എടപ്പള്ളി പള്ളി ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഫാദർ സെബാസ്റ്റ്യൻ പടിക്കാക്കുഴിയിലല്ലേ അവിടുത്തെ വികാരി? അതേലോ. പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ചന്ദ്രകുന്നേരച്ചുണ്ടായിരുന്നു. പാലാ പള്ളിയിലുണ്ടായിരുന്നു. എനിക്ക് റിമിയുടെ ആ പള്ളിയിൽ ഇടവകയിൽ എല്ലാ വികാരിയായിരുന്നു. അയ്യോ, അച്ഛന്. പിന്നെ ഞാൻ കൊച്ചിലോട്ട് സ്കൂൾ ക്യാമ്പുകൾ, യൂത്ത് ഫെസ്റ്റിവൽ, KCSL എന്ന് വെച്ചാൽ എല്ലാ സംഘടനയിലും ധ്യാനം ക്യാമ്പ് എല്ലാത്തിലും, ജീസസ് യൂത്ത് എന്ന് വേണ്ട എല്ലാ ഇതിലും ഉണ്ടാവും. ഞാൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. സർവകലാ വല്ലഭയായിട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുമ്പോൾ പാലാ പള്ളിയിലെ കുർബാനയുടെ ഇടയിൽ നമ്മൾ പാട്ട് പാടും. അപ്പം കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് എല്ലാവരും ലയിച്ചിരിക്കുകയും നമ്മളത് ആസ്വദിച്ച് പാടുന്ന ആ ഒരു സുഖം. ആ ചില പാട്ടുകൾ ഒത്തിരി ഉണ്ട്. അനുപമ സ്നേഹിച്ചത്, വാഴ്ത്തിടുന്നത്, ഇഷ്ടംപോലെ പാട്ടുണ്ട്. ഇത് നമ്മള് ലാലം പഴയ പള്ളിയിലെ ഇടവകയിലെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പാടി കൊടുക്കുകയാണ് കേട്ടോ. അതെ, സെബാസ്റ്റ്യൻ പടിക്കാക്കുഴി അച്ഛൻ, വികാരി അച്ഛൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടി പാടിത്തിരുന്നാണ് റിമി. ഇപ്പൊ ഇടവക മാറിയല്ലേ? ഇടവക മാറിയാലും മനസ്സിന്റെ പകുതി അവിടെ ലാലംപള്ളിയിലല്ലേ ഇപ്പൊ? അതെ, ലാലംപള്ളി. പക്ഷേ ഈ പുണ്യാളച്ചൻ, ഗീവർഗീസ് പുണ്യാളച്ചൻ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. ഏത് കാര്യം, അത് ഇന്ന മതക്കാരനൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും വേണേൽ ട്രൈ ചെയ്ത് നോക്കിയോ, ഏത് കാര്യവും കറക്റ്റായിട്ട് സാധിച്ചു തരും. ഞാനൊരു അന്യമതക്കാരനൊന്നും അല്ല. ശരിയാണല്ല. ശരി. ഈശോ നീ എൻ ജീവനിൽ നിറയേണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം
എല്ലാ ഞായറാഴ്ച പള്ളി പോവാ. ഇത്തിരി ഈ പാട്ട് പാടിയപ്പോ കണ്ണിൽ വീണ്ടും വെള്ളം വന്നാ? ഇല്ല, തോന്നിയായിരിക്കും. അതെ, അങ്ങോട്ട് ലയിച്ച് പാടിയ പോലെ എനിക്ക് സംശയം വന്നു. ദൈവത്തിനങ്ങ് ലയിച്ച് പാടിയോന്നുള്ളത്. ചില സമയത്ത് ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിക്കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വരില്ലേ? കണ്ണിൽ വെള്ളം ബ്രിട്ടാ സാറിന്റെ അടുത്ത് കാണിക്കരുതേന്ന് ഞാൻ ആഗ്രഹിച്ചാലും കണ്ടുപിടിക്കും. കാരണം കണ്ണി വെള്ളം വന്നു കഴിഞ്ഞാൽ സാർ അങ്ങ് വാചാലാകും അല്ലേ, ഇൻട്രസ്റ്റ് കൂടും. പക്ഷെ എനിക്ക് ഇഷ്ടം എന്നറിയോ, റിമിയുടെ കണ്ണിൽ കുറച്ച് വെള്ളം വരണത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലല്ലേ, ആ സൗന്ദര്യം കാണാൻ വേണ്ടിയല്ലേ? അതല്ലേ വെള്ളം, കണ്ണില് വെള്ളം ഇല്ലാത്ത കണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ കല്യാണം കഴിച്ചാൽ പോലെ അവളെ കരച്ചിൽ ആരംഭിച്ചല്ലേ. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് കണ്ണ് നിറയുമ്പോഴും ആരോടെങ്കിലും പറയുമ്പോഴൊക്കെ അതൊരു പ്രത്യേക ഒരു മനസ്സിൽ ചില ഇത് ഒഴിയുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നതാ. റിമി സാധാരണഗതിയിൽ ഒരുപക്ഷെ കരയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ആത്മാർത്ഥമുള്ള മനസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷണം. എന്നാൽ സിനിമയില് ഗ്ലിസറിന് ഒരു 10 കുപ്പി ഒഴിച്ചിട്ടും യഥാർത്ഥ കണ്ണുനീര് വരുന്നില്ല. ഏത് രംഗത്തായിരുന്നു കരയേണ്ട വന്ന്? ആ ഒരു രംഗമുണ്ട്. സസ്പെൻസ് കളയണോ വേണ്ടയോ? വേണ്ട, അതൊരു ക്ലൈമാക്സ്, ഒരു ക്ലൈമാക്സ്, ഒരു രംഗമുണ്ട്. എന്റെ രംഗമുണ്ട്. അത് കാണുമ്പോൾ ഇതുവരെ ഞാൻ ഒരിടത്തും ഈ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ആ ഗെറ്റപ്പിൽ എന്നെ ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ല. പുഷ്പവല്ലിയുടെ ഏറ്റവും വലിയ പ്രയോഗമായിരുന്നത്. ഇതിപ്പരം ഒരു മേക്ക് ഓവർ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് നമ്മളെ എല്ലാരെയും സിനിമാ കോട്ടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമല്ല. ചുമ്മാ പറയാല്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. ആടാ, കാണുമെന്ന് പറയുമ്പോൾ കാണണം എന്നുള്ളതുകൊണ്ടാണല്ലോ പറയണേ. റിമി, സിനിമ, ഗാനം, ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോസ്, ടെലിവിഷൻ ഷോസ്, ഇതിനൊക്കെ ഇടയിൽ ഒരുപക്ഷെ റിമിയുടെ ഒരു ലൈഫ് ഹിസ്റ്ററി ആരെങ്കിലും എഴുതുകയാണെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകളാണ് ഒരുപക്ഷെ റിമിയുടെ നാഴികക്കല്ലുകൾ എന്ന് പറയുന്നത്. അതിൽ വേണമെങ്കിൽ ഞാൻ ഈ പരിപാടിയോട് നീതി പുലർത്താൻ വേണ്ടി ഒരുപക്ഷെ റിമി ടോമിയെ നമ്മൾ ഈ പരിപാടിയിലൂടെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാഴികക്കല്ലുകളെ കൂടി നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇവനെന്ത് മണ്ടനാണ്, ആ റിമി എന്നുള്ള കൊച്ചിനെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് അവളുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള 4-5 പാട്ടുകൾ കാണിക്കാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ വേണം തലക്കടിക്കാൻ വേണ്ടിയിട്ട് പാലക്കാർ വരും. പ്രത്യേകിച്ച് പാലയിലുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ കയ്യിൽ കത്തിയൊക്കെ വെക്കുന്ന ആൾക്കാർ അങ്ങനെയുണ്ടാ? ഞാൻ ഇതുവരെ കത്തി വെച്ചിട്ടില്ല, നാക്കുകൊണ്ടുള്ള കത്തിയേ ഉള്ളൂ. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ പാലക്കാരി പെണ്ണുങ്ങളെ കുറിച്ച് പല ആൾക്കാരും അങ്ങനെ പറയണു, കത്തി അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ പഴഞ്ചൊല്ല് ഇതല്ലേ. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ കത്തി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെ അവിടെ കണ്ടിട്ടില്ല. നമ്മുടെ അമ്മ മമ്മി നന്നായി സംസാരിക്കും. മമ്മി നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളല്ലേ? അയ്യോ, ഞാനത് ഒന്നുമല്ല. മമ്മിയും റിമിയും കൂടി ഒരു ദിവസം എന്റെ ഓഫീസിൽ എന്നെ കാണാമെന്ന് പറയും. അന്നാണ് ഞാൻ റിമിയോട് പറഞ്ഞത് റിമിക്ക് നല്ല അവതാരകയാകാൻ പറ്റുമെന്ന്. ഓർമ്മയുണ്ട? ഞാൻ ഏഷ്യാനെറ്റുള്ള സമയത്ത് നിങ്ങൾ അമ്മയും റിമിയും കൂടെ വന്നു. അപ്പോൾ റിമി അന്ന് മടിച്ചു. ഞാൻ ആലോചിച്ചിട്ട് വന്നാന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു റിമി വലിയൊരു അവതാരകയായിട്ട് മാറുന്നു. അമ്മയുടെ അടുത്ത് ഈ ഹ്യൂമർ സെൻസ് മുഴുവൻ വന്നത്. തീർച്ചയായും പപ്പ അത്ര സംസാരിക്കത്തൊന്നുമില്ല. പപ്പ പക്ഷേ റിമിയുടെ ഈ സക്സസ് ഒന്നും കാണാൻ അതെനിക്ക് വലിയ വിഷമമുള്ള കാരണം കഴിഞ്ഞ വർഷം റിമിയുടെ ഈ പുഷ്പവല്ലി എന്നുള്ള കഥാപാത്രം, അതുപോലെ സിനിമയിലേക്കുള്ള ഒരു നായികയായിട്ടുള്ള വരവ് ലൈഫിലെ വലിയൊരു ഡീവിയേഷനാണ്. ഡീവിയേഷൻ ഉദ്ദേശിക്കുന്നത് പപ്പയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇത് വരുമ്പോഴും പപ്പയുടെ ഒക്കെ പറയുമായിരുന്നു, അയ്യോ നിനക്ക് ചെയ്ത് നോക്ക്, നിനക്ക് പറ്റും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ ജൂണിലായിരുന്നു, ഈ പ്രാവശ്യം ജൂൺ. പപ്പ മരിച്ചിട്ട് കൃത്യം 1 വർഷത്തിനുള്ളിൽ പപ്പയ്ക്ക് ആഗ്രഹമായിരുന്നു റിമി. അല്ല, അങ്ങനെ സിനിമാ നടിയായിട്ട് അങ്ങനെ പേരെടുക്കണമെന്നൊന്നും അങ്ങനെ ആഗ്രഹമല്ല പറഞ്ഞേ. പക്ഷെ ചെയ്ത് നോക്കിക്കൂടെന്ന് എൻ്റെ അടുത്ത് എതിർപ്പൊന്നും ഇല്ലായിരുന്നു. പപ്പ ഉണ്ടായിരുന്നെങ്കിലല്ലേ? ഇല്ലല്ലോ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ്? റിമിയല്ല, ഞാൻ വേറൊന്നും കൊണ്ട് ഉദ്ദേശിച്ചല്ല. പക്ഷേ ഒരു മകളുടെ, അതും പ്രിയങ്കരിയായ ഒരു മകളുടെ ഒരു ജീവിത പടവുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയും അച്ഛനുമാണ്. ആ അർത്ഥത്തിൽ എന്തായാലും ഞാൻ അവിടെ നിന്ന് വിഷയം മാറ്റി. എനിക്കിങ്ങനെ സത്യം പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് കരയാനും പപ്പയെ പറ്റി കരയാനും താല്പര്യമില്ല. എനിക്ക് ഈ അടുത്ത ഒരു മെസ്സേജോ
മെസ്സേജാണോ ഫേസ്ബുക്കിലാണോ എവിടെ ഒരു മറുപടി കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് വരെ ചോദിച്ചു. റീമയുടെ പപ്പ മരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റീമി എതിർക്കുമെന്ന് ചോദിച്ചാൽ എന്താന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു മെസ്സേജ് വായിച്ചപ്പോൾ. റീമി അന്യ ദൈവങ്ങളെ ആരാധിച്ചിട്ടില്ലേ അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ അങ്ങനെ വരെ ക്രൂരമായി ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് അങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അന്യമതത്തെ ഒരു ദൈവത്തെ ആരാധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പപ്പ മരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടി വിയിലൊന്നും ശരിക്കും പറഞ്ഞാൽ കരയാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അനുഭവിക്കാനാണ് എന്ത് ചെയ്യാൻ. റിമി കരച്ചിൽ വരുമ്പം കരയുക, ചിരി വരുമ്പം ചിരിക്കുക, അതാണ് റിമി. അതിൽ പ്രത്യേകിച്ചൊരു അതിൽ മാറ്റം ഉണ്ടാകേണ്ട കാര്യം എന്താ വെച്ചാൽ റിമിക്ക് അത് മാറ്റാൻ പറ്റില്ല. റിമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് മനസ്സിലുള്ളത് മുഖത്ത് കാണിക്കുക എന്നുള്ളതാണ്. അത് കള്ളത്തരം ചെയ്താലും മുഖത്ത് വരും. അത് വരും, ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളത്. അതെവിടെ വെച്ചിട്ട് പല കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ. പിന്നെ വിഷമിച്ച് പോകാൻ കാരണം എല്ലാവരുടെയും ജീവിതത്തിലെ അവനവൻ്റെ ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. അതിനകത്തുനിന്ന് ഒരാൾ പപ്പ ഉള്ളപ്പോൾ നമുക്കൊരു പക്ഷേ ഇത്രയും നമുക്ക് എല്ലാവരും പറയാം. പിക്കു എന്നൊരു സിനിമയിൽ ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയാൽ എന്നെ സ്പർശിച്ച ഒരു ഡയലോഗുണ്ട് അതിൻ്റെ അകത്ത്. കാർന്നോന്മാര് ജീവിച്ചിരുത്തേണ്ടത്, അവരെ മാക്സിമം വർഷം ജീവിച്ചിരിപ്പിക്കേണ്ട കടമ മക്കൾക്കാണ്. അത് നമ്മൾ പലപ്പോഴും വിട്ടുപോകും. അവർക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങളും നമ്മൾ ചെക്കപ്പ് ചെയ്യാനോ നമ്മൾ മറന്നുപോകും. ഇതിപ്പോൾ അപ്പായിക്ക് അസുഖം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അറ്റാക്ക് പണ്ടെപ്പോഴോ വന്നായിരുന്നു. പക്ഷേ വളരെ ചുറുചുറുക്കോടെ 57 വയസ്സങ്ങാണ്ടായിട്ടുള്ളൂ. വളരെ ചുറുചുറുക്കോടെ വല്ല ഓടി നടന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അറ്റാക്ക് വന്നതാണ്. ഇത് എന്താ അറ്റാക്കിന് എന്താ പേര് പറയില്ല, അതാണ് വന്നത്. അതിപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇതെടുത്തുകൊണ്ട് മാറുമോ എന്ന് എനിക്കറിയാം. ചിലപ്പോൾ ബ്ലോക്കൊക്കെ മാറ്റാൻ പറ്റിയാനേ. പെട്ടെന്ന് ആ നിമിഷം പെട്ടെന്ന് അല്ലെങ്കിൽ നേരത്തെ ഒരു ഇക്കോ ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ചെയ്താനേ. അത് ചിലപ്പോൾ നമുക്കൊരു കുറ്റബോധം പോലെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ദൈവം നിശ്ചയിച്ചേക്കുന്നത് നമുക്ക് മാറ്റാനും പറ്റില്ല. പക്ഷെ ഈ പിക്കു സിനിമയിലെ എനിക്ക് ഈ ഡയലോഗ് ഭയങ്കരമായിട്ട് നമ്മളിത് ഞാൻ കണ്ടു. ഞാൻ എല്ലാ സിനിമയും കാണും, ഇംഗ്ലീഷ് ഒഴികെ. ഇംഗ്ലീഷ് ഹൊറർ സിനിമ മാത്രം കാണുള്ളൂ. കാരണം എനിക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉള്ളത് കാണാൻ പേടിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ലല്ല, എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് താനും. റോയ്സിനെ അറിയാം. നീ ഇന്ന് വല്ല പ്രേതത്തിന്റെ പടം എടുത്തിട്ട് കണ്ട രാത്രി ഭയങ്കര പേടിയാ, ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് തന്നെ പോവില്ല എന്ന് എല്ലാം കുത്തിയിരുന്ന് കാണുകയും ചെയ്യും. അതെന്തൊരു സുഖമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള പോൾട്ടർഗസ്റ്റ് അങ്ങനെ എന്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താ? ഹൊറർ സിനിമ. ഹൊറർ ആണോന്ന് ഞാൻ നോക്കും. ഹൊറർ ആണെങ്കിലേ കാണുള്ളൂ. അപ്പൊ പോയിരിക്കും. അപ്പൊ റോയ്സ് പിന്നെ റിമയും കൊണ്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ, ഹൊറർ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ സ്ക്രീനിലും ഇടതും ഹൊറർ തന്നെ. റോയ്സ് ഈ പിക്കു സിനിമയില് മകളും അച്ഛനും തമ്മിലുള്ളൊരു ബന്ധം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ആ സിനിമ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആദ്യം തൊട്ടേ ഗാനമേള തൊട്ടേ എല്ലാ സ്ഥലത്തും പപ്പയിലും എല്ലാത്തിലും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സിനിമ കാണുന്നത് ഇപ്പം എൻ്റെ അനിയത്തിയുടെ കല്യാണം, ഇതൊന്നും ഒരു വർഷം കൊണ്ട് സംഭവിക്കുന്ന ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ പപ്പ ഇല്ല എന്നുള്ളൊരു വലിയൊരു വിഷമം. അത് നമുക്ക് അവരില്ലെങ്കിലേ കൂടുതലായിട്ട് നമുക്ക് അയ്യോ അവരുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പപ്പ വേണം, പപ്പയുടെ സ്ഥാനത്ത് അതിന് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ഉള്ള സമയം കാരണവന്മാർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുക, അവരെ ട്രീറ്റ് ചെയ്യുക, അവരെ വിഷമിപ്പിക്കാണ്ടിരിക്കുക, എല്ലാവരും ചെയ്യുക. വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വെറുതരായിട്ടുള്ള ആൾക്കാർ വീട്ടിൻ്റെ പുറത്തു കൊണ്ട് തള്ളുന്ന ഒരു സമ്പ്രദായം പോലും സംസ്കാരം പോലുമുള്ള സമയത്താണ് മുതിർന്ന ആൾക്കാരെ അല്ലെങ്കിൽ കാരണവന്മാരെ അല്ലെങ്കിൽ അച്ഛനെ അമ്മമാരെ അല്ലെങ്കിൽ ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത്. റിമിയുടെ പാട്ടുകൾ, ഈ പാട്ടുകളൊക്കെ ഒരുപക്ഷെ അച്ഛൻ്റെ അപ്പൻ എന്നാ വിളിച്ചിരുന്നത് പപ്പയുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഈ സിനിമയിലേക്ക് പാടി തുടങ്ങുമ്പോഴും പപ്പ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള മുഹൂർത്തമായിരിക്കാം. സിനിമ ഒരു ചിലർ ഈ റീമിക്ക് എന്തിൻ്റെയാണ് പാട്ട് ഉണ്ട്, ഇതുണ്ട്, ആങ്കറിങ് ഉണ്ട്, ഇനിയും പൈസയ്ക്ക് വേണ്ടിയാണോ എന്ന് ചിലപ്പോൾ ചിലർ വിചാരിച്ചുകൂടായില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു സാമ്പത്തികം മുന്നിൽ കണ്ടിട്ടല്ല ഞാൻ സിനിമയിലോട്ട്. പക്ഷെ അതേസമയം ചില ആൾക്കാർ പറയാനുണ്ട്, ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചോദ്യം എടുത്തിട്ട് കൊടുത്തു ഞാൻ. നട്ടപ്പാച്ചിലല്ലേ റിമി കാണിക്കണേ? അങ്ങനെയൊന്നുമില്ല. അല്ല ഞാനല്ല, ഒരാൾ ചോദിച്ചാ, ഒരു ചേച്ചി ചോദിക്കും എന്ത് നട്ടപ്പാച്ചില, എവിടെ നോക്കിയാലോ കൊച്ച്, ടി വി നോക്കിയാലും അവിടെ സ്റ്റേഷൻ നോക്കി കഴിഞ്ഞാൽ എന്തൊരു പാച്ചിലാണ് ഈ പായുന്നത്, എത്രയാ പൈസ ഉണ്ടാക്കണേ കൊച്ച്, ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ച്. ഭർത്താവിന് റോയ്സിനാണ്, അവന് കച്ചവടമുണ്ട്, നല്ല കച്ചവടമാണ്, എന്താ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഗ്ലാസ് ഗ്ലീസ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഓൻ തൃശ്ശൂർക്കാരനാണ്, ഓന് പൈസ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയുകയും ചെയ്യാം. പൈസ ഒരുപാട് അങ്ങനെ ഞാൻ വലിച്ചു വാരി ഉണ്ടാക്കുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് കഷ്ടപ്പെടുന്ന സമയത്ത് കാരണം അതിൻ്റെ ഒരു വാല്യൂ അറിഞ്ഞത് കൊണ്ടാവാം നന്നായിട്ട് കഷ്ടപ്പെടുന്നത് തന്നെയുണ്ട്. ജീവിതം സുരക്ഷിതമാകണം. ജീവിതം സുരക്ഷിതം. എനിക്കിപ്പോൾ
അങ്ങനെ വാരി വലിച്ച് ഒത്തിരി പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആഘോഷിച്ച് ജീവിക്കണമെന്നല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയാ കംഫർട്ട്, പൈസ നമുക്ക് ജീവിക്കാൻ അതിന് വേറെ രസമുണ്ടെന്ന് അറിയാം. ഈ പറഞ്ഞ പോലെ റിമീനത്തൊരു തത്വമുണ്ട്. പണ്ട് ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്ത് സൈക്കിൾ കിട്ടിയ ലക്ഷറി ആയിരുന്നു. സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കും ബൈക്ക് കിട്ടിയ ലക്ഷറിയായി. ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാറ് കിട്ടിയ ലക്ഷറിയായി. മാരുതി കാർ ഓടിക്കുന്നതിന് അപ്പുറത്ത് വേറൊരു ഹോണ്ട കാറിൻ്റെ അത് ലക്ഷറിയായി. പിന്നെ അങ്ങനെ. അപ്പോൾ ഇതിനകത്തൊരു തലമില്ല, അവസാനമില്ല. നമ്മൾ ചെറിയ പൈസ ഉള്ള ആള്, കോടികൾ ഉണ്ടാക്കുന്ന ജ്വല്ലറിക്കാര്, ജോയി അലുക്കാസ്, ജോസ്കോ തുടങ്ങിയ അങ്ങനെ അവരൊരു ജ്വല്ലറിയിൽ എന്തുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ സ്വർണ്ണക്കട തുടങ്ങി കൂടായിരുന്നു? എന്തിനാ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നല്ലൊരു സ്വർണ്ണം. ഓ ജോയ്സേ, വീട്ടില് സ്വർണ്ണമല്ല 24 ക്യാരറ്റ്, എന്താ പറയണ്ടേ, 24 ക്യാരറ്റ് 22.5 ആക്കിക്കോ, 24 ഒന്നും ഉണ്ടാവില്ല. 24 വേണ്ട, ഒരു 1.5 കൊണ്ട് കുറച്ചേ. എല്ലാം തികഞ്ഞ നല്ലൊരു ഭാര്യയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പൈസയുടെ കാര്യം പറഞ്ഞോട്ടെ. എന്റെ മനസ്സിലെ പൈസ എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ചാൽ എന്റെ ഒരു ആഗ്രഹമാണ്, അത് അതിമോഹമാണെന്ന് അറിയത്തില്ല. എല്ലാ സ്ഥലങ്ങളും ഇനിയുള്ള ഭാവിയിൽ, നാളെ പാട്ടില്ല, നാളെ ആരും പ്രോഗ്രാമിന് വിളിക്കണില്ല, ഇതൊന്നുമില്ല, അവതരണമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്റെ ആഗ്രഹം സിനിമ കാണാൻ പോവുക. 9 മാസം വെറുതെ ഇരിക്കേണ്ടി വരും. ഇരിക്കണമല്ലോ. ഇപ്പൊ ആയിട്ടില്ല, ഞാൻ പറയാവുമ്പോ 9 മാസം ഇരിക്കേണ്ട സമയം പറയാം. പത്രത്തിൽ ഒരു വാർത്ത കൊടുക്കണം, പിന്നെ അത് വന്നോളൂല്ലോ. മാത്രമല്ല ഇൻഡസ്ട്രി വലിയ കൊള്ളൊക്കെ ആയിരിക്കും. കാരണം വെച്ചാൽ ഒരുപാട് സ്റ്റേജ് ഷോസ്, ഒരുപാട് സിനിമ, മറ്റേ ടെലിവിഷൻ ഷോകൾ, ഇതെല്ലാം ആകെ പ്രശ്നമാകും. അവർക്ക് പകരക്കാരെ കണ്ടുവെക്കേണ്ട കാര്യമുണ്ട്. ഒരു ബ്രേക്കിംഗ് ന്യൂസ്, വയറ് വീർപ്പിച്ചിട്ടാണെങ്കിലും ഞാൻ ഇവിടെ പരിപാടി അവതരിപ്പിക്കും. ഓ, ടെലിവിഷൻ ഫ്ലോറിൽ കിടന്ന് പ്രസവിക്കാനുള്ള പരിപാടിയല്ലേ? അങ്ങനെയില്ല. റിമിയുടെ ജീവിതത്തിൽ റിമി നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ആന്റി ക്ലൈമാക്സ് ആയോ? ആണല്ലേ? ഏതായിരിക്കും? ഒത്തിരി പാട്ടുകളുണ്ട്. ആറുമുഖൻ, നമ്മള് പിന്നെ ലേറ്റസ്റ്റ് ഞാൻ പാടി വന്നില്ല, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഒത്തിരി 300-ലധികം എന്തായാലും സിനിമയിൽ പാടിയിട്ടുണ്ട് ഞാൻ. എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കരമാണ്. അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ചിങ്ങമാസം, കരളെ, കന്നിപ്പെണ്ണെ, മായാമോഹിനി, ആറുമുഖൻ, ഈ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ, ശങ്കർ മഹാദേവനുള്ള അദ്ദേഹത്തോട് 4 പാട്ടാ പാടിയേക്കുന്നത്. 4 പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിങ്ങമാസം, കന്നിപ്പെണ്ണെ, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ, കർത്താവേ കർത്താവേ. കന്നിപ്പെണ്ണെന്ന് പാടാം. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടപാടി കട്ടെടുത്ത പട്ടുനിലാവേ, ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ട് ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ, കടവിൻ തോണിയിൽ കൂട്ടുതുഴഞ്ഞോളെ, കനവിൻ കായലിൽ കാറ്റിലുലഞ്ഞോളെ, കടവിൽ ദൂരെ പൂവരനിൽ നീളെ, പൂക്കൈത പോത്താൽ കല്യാണമല്ലേ, കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടപാടി കട്ടെടുത്ത പട്ടുനിലാവേ, ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ട് ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ. ഒരാൾ വീണ്ടും ഒന്നും കൂടി റിമിയുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. റിമിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. വരട്ടെ. റിമിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്, എല്ലാ മനുഷ്യനും ദൈവം അറിഞ്ഞു കൊടുക്കുന്ന ഒരു വലിയൊരു കഴിവാണ് മറക്കാനുള്ളൊരു കഴിവ്. റിമിക്ക് അത് കുറച്ചധികം ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയേറെ അബദ്ധങ്ങൾ പറ്റുന്ന ഒരാൾ, എന്താ വെച്ചാൽ ഇപ്പോൾ സ്റ്റേജ് ഷോസിന് തന്നെ പോകുമ്പോൾ റിമി ഒന്നിക്കൽ പാട്ട് പാടുന്ന ബുക്ക് മറന്നുണ്ടാവും, അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സ് മറന്നുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റേജിലിടാനുള്ള ഡ്രസ്സുകളുടെ പെട്ടി മറന്നുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒന്നും മറക്കാതെ അവൾ ഇന്ന് വരെ വന്നിട്ടില്ല ഒരു സ്റ്റേജിലും. പക്ഷേ ഇതൊന്നും അവളെ ബാധിച്ചിട്ടേ ഇല്ല ഒരിക്കലും. വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ്, പെട്ടിയെടുത്തില്ല കേട്ടോ, അല്ലെങ്കിൽ ബുക്ക് എടുത്തില്ല കേട്ടോ പാട്ട് പാടാനുള്ള. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, റിമിയുടെ ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് വളരെ, എന്താ വെച്ചാൽ അവൾക്കനുസരിച്ചിട്ട് അവൾക്ക് അനുകൂലമാവും ആ സാഹചര്യം എപ്പോഴും. അയ്യോ, കറക്റ്റ്. എങ്ങനെ ഇത്രയും, കാരണം ഒരു മാസമൊക്കെ ഞങ്ങൾ ഒരുപാട് ഷോസ് പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് കളയുന്ന വ്യക്തി ഞാൻ, ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ കളയുന്ന വ്യക്തി ഞാൻ. പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ പോകുന്ന പാസ്പോർട്ട് ഫോണോ, അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമല്ലേ. പിന്നെ പ്രോഗ്രാമിനൊക്കെ എല്ലാവരും ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് വേറെ സ്ഥലത്ത് ചെല്ലണം. അപ്പൊ എല്ലാവരും പെട്ടിയൊക്കെ എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ, ഒന്നുമില്ല കയ്യിലിട്ട് മാറാൻ ഡ്രസ്സ് പോലും ഇല്ല. പക്ഷെ അങ്ങനെ പോയാലും എനിക്ക് ഓർമ്മയുണ്ട്, അമേരിക്കയിൽ ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് ദിലീപേട്ടൻ കാവ്യമുള്ള ഒരു ഷോയിൽ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് പെട്ടി എടുത്തില്ല. ആ സ്ഥലത്ത് എനിക്ക് ഒന്നും മാറാനില്ല, ഡയറിയില്ല, ഒന്നുമില്ല. അപ്പോഴും ഞാൻ കൂളായിട്ട് നിന്നിട്ട് സാരമില്ല, നമുക്ക് അടുത്ത കടയിൽ നിന്ന് എല്ലാം വാങ്ങാം.
പോയി വാങ്ങിച്ച്, അല്ലാണ്ട് നമ്മളോട് തളരില്ല. അങ്ങനെയൊന്നും ആർക്കും റിമീനെ വീഴിക്കാൻ പറ്റും. അതുപോലെ ഫ്ലൈറ്റുകൾ എൻ്റെ മുന്നിൽ കൂടെ പറന്നു പോകുന്ന എത്ര ആശം കണ്ടേക്കുന്നു. എത്ര ഇന്റർനാഷണൽ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ല, കറക്റ്റ് സമയത്ത് എത്താത്തത് കൊണ്ടോ. അതൊക്കെ തെറ്റാണ് കേട്ടോ ശരിക്കും. ശ്വേതാ മേനോൻ തന്നെ എന്നെ കാണുമ്പോൾ പറയും, ഇനി റീമയുടെ കൂടെ ഒരിക്കലും ഞാൻ ഫ്ലൈറ്റിൽ പോവില്ല. കാരണം ദുബായിലെത്തി, ദുബായിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ദോഹയ്ക്ക് ഒരു മണിക്കൂറിലെ ഗ്യാപ്പ് ഉണ്ട്, ട്രാൻസിറ്റ് ആണ്. അപ്പൊ ശ്വേത വാ നമുക്കൊരു കാപ്പി കുടിക്കാം. അപ്പൊ പുള്ളിക്കാരത്തേക്ക് എന്റെ സ്വഭാവം അത്ര അറിയില്ല അന്ന്. 2007 2008 ശ്വേത ചേച്ചി ഇങ്ങനെ തരംഗമായി വരുന്ന സമയത്ത്. അപ്പൊ പുള്ളിക്കാരി വേണ്ട റിമി, ഫ്ലൈറ്റ് പോകും, നമുക്കിപ്പൊ കാപ്പി അല്ലല്ലോ പ്രധാനം, ഫ്ലൈറ്റല്ലേ പ്രധാനം. എന്ത് വേണ്ടി എന്റെ കൂടെ കാപ്പി അടിച്ചിട്ട് അന്ന് ഫ്ലൈറ്റ് പോയി. 4 മണിക്ക് 5 മണിക്ക് അവിടെ എത്തണം. ദോഹ പരിപാടിയാ. 12 മണിക്ക് ദുബായിൽ നിന്ന് കയറിയാലേ അവിടെ 2 മണിക്ക് എത്തിയാലേ സ്റ്റേജിൽ എത്താൻ പറ്റുള്ളൂ. പുള്ളിക്കാരത്തേക്ക് അങ്ങ് ഞാൻ അപ്പളെ പറഞ്ഞു, കാപ്പിയാണോ അവിടെ ഇവിടെ തിരിഞ്ഞ് നടന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് പോകുമെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ പോവാ. പുള്ളിക്കാരി ഒറ്റ പോക്ക്. പിന്നെ ഞാൻ പുള്ളിക്കാരിയെ കണ്ടിട്ടില്ല, ദോഹ സ്റ്റേജ് വെച്ചിട്ടേ കണ്ടേക്കുന്നത്. പുള്ളിക്കാരി അപ്പ കെട്ടി ഏതൊരു ഫ്ലൈറ്റ് കയറി പോയി. അവസാനം ഞാൻ ഒറ്റയ്ക്ക്, കൂടെ ആരുണ്ട്, അനിയനും ആരുണ്ട്, എമിറേറ്റ്സിന്റെ കൗണ്ടറിലൊക്കെ പോയിട്ട് അടുത്ത ഏതായാലും ഫ്ലൈറ്റ് എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ തന്നെ. പക്ഷേ എനിക്ക് ഇതൊന്നും ചിലപ്പം ഒരു കുട്ടികളിയായിട്ട് തോന്നുന്നതിന് കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയിരിക്കും. ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് ഞാൻ വൈകിട്ടോ എത്താണ്ടിരുന്നിട്ടോ വേറെ പരിപാടിക്ക് പോയതിന്റെ പേരിൽ ഒന്നും ഇതുവരെയും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. കാര്യം പറഞ്ഞാൽ പാസ്പോർട്ട് പോയിട്ടുണ്ട്, ഫ്ലൈറ്റ് പോയിട്ടുണ്ട്, പെട്ടി എടുക്കാറില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തും. പക്ഷെ കൂടെ ആരും വരാൻ ഇപ്പൊ തയ്യാറല്ല. എന്താ ഇതുപോലുള്ള പണി വെച്ച് കൊടുത്തോണ്ട് ഈ ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ ട്രിവാൻഡ്രം കൊച്ചി ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ. എയർ ഇന്ത്യക്കാർക്ക് എന്തോരം വേണമെങ്കിലും വൈകാം. നമ്മളൊരു 10 മിനിറ്റ് വൈകി ക്ലോസ് ചെയ്തിരിക്കുന്നു, ഇനി വീട്ടിൽ പോകേ വഴിയുള്ളൂ എന്ന് പറയും. എയർ ഇന്ത്യക്ക് നമ്മളെ 3 ദിവസം വേണമെങ്കിലും വെയിറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ? ഇത് എയർ ഇന്ത്യയുടെ CMD കേക്കട്ടെ. 3-4 ദിവസം കല്യാണിക്ക് ചേച്ചി ഫ്ലൈറ്റ് അടച്ചു തിരുവനന്തപുരത്തെ. ഒന്നും ശ്രമിച്ചു നോക്കിയില്ല. നമ്മുടെ ഭാഗത്തെ തെറ്റാട്ടോ, ഒരിക്കലും ആ ചേച്ചിയെ കുറ്റം പറയുന്നതല്ല. 6 മണിക്കത്തെ ഫ്ലൈറ്റിന് 5:30 എത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? 4:45 എണീറ്റാ മതിയോ? അത്യാവശ്യം 4 മണിക്ക് എണീറ്റ് കുളിച്ച് പല്ല് തേച്ച് ചെന്നാലല്ലേ അവിടെ എത്താൻ പറ്റുള്ളൂ. 4:45 എണീറ്റാ അവിടെ എയർപോർട്ടിൽ എത്തുമ്പോൾ 5:30 ആവില്ലേ? പിന്നെ കല്യാണിക്കുട്ടിയമ്മയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും അനുസരിച്ച് നിന്നു. സത്യധർമ്മനീതി. അതെ. അപ്പൊ അവരോട് ഇത്ര അനുഭവമാണുള്ളത്. അവരവരുടെ ഇത് വെച്ച് ഞാൻ സന്തോഷമായിട്ട് അവിടുന്ന് ടാക്സി എടുത്തിട്ട് വന്നു. റോയ്സിനോട് പറഞ്ഞപ്പോ റോയ്സിന് ഒരു ഇതുമില്ല, ഫ്ലൈറ്റ് എന്നത്തെയും പോലെ പോയി എന്നല്ലാണ്ട് റോയ്സിന് അതിലൊരു പ്രത്യേക ഒരു അത്ഭുതം ഒന്നും തോന്നിയില്ല. എന്തിനാ വിശാഖപട്ടണം ഈ അടുത്ത് പോയപ്പോ അന്നൊരൊറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് ഒരൊറ്റ ഫ്ലൈറ്റ് ഉള്ളൂ. ആ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്ത ഫ്ലൈറ്റ് വേറെ ഫ്ലൈറ്റ് ശരിക്കും അതിലൂടെ ഞാൻ പാഠം പഠിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു വിശാഖപട്ടണത്തിൽ. ഞാൻ കറക്റ്റ് സമയത്ത് പാഠം പഠിക്കില്ല, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല റിമീനെ. അതാണ് വരട്ടെ. ഞാൻ കുറച്ച് നാളായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചാ, നമ്മൾ തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമിയുടെ അടുത്ത് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരോട് കുസൃതി ചോദിച്ചാൽ അവരെ കുഴച്ചും മറിച്ചും ഒരു പരുവാക്കിയിട്ട് റിമി വിടാറുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഭാഷാണോ ഷാജി എൻ്റെ അടുത്ത് ആരെങ്കിലും വഴി ചോദിച്ചു വന്നാൽ അവരെ വഴി തെറ്റിച്ച് വിടുക, സ്നേഹത്തോട് വരുന്ന രണ്ടുപേരെ തമ്മിൽ തല്ലിച്ച് വിടുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ നമ്മൾ തമ്മിൽ ചെറിയൊരു സാമ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കുസൃതി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് ഒരു ഇന്ത്യക്കാരൻ തൻ്റെ ബോത്തിനെ കൊണ്ട് പാകിസ്ഥാൻ്റെ അതിർത്തി കെട്ടി, ഇത് പുല്ല് തിന്നണത് ചൈനക്കാരൻ്റെ പറമ്പിൽ നിന്ന്. ഇതിനെ കറക്കാനുള്ള യോഗ്യത ആർക്കാ ഉള്ളത്? പക്ഷെ ഇന്ത്യക്കാരൻ്റെ അല്ലേ പോത്ത്. ആ പോത്ത് എവിടെ നിന്നൊക്കെ പുല്ല് തിന്നാലും പോത്ത് ഇന്ത്യക്കാരൻ്റെയാ. അതുകൊണ്ട് പാല് കറക്കാൻ ഇന്ത്യക്കാരനല്ലേ അവകാശം അല്ലേ? പോത്തിന് എവിടുന്ന പാല്? അതെന്നെ കുടുക്കി കളഞ്ഞിരിക്കുന്നു. അത് ശരിയാ, നല്ല ക്വസ്റ്റ്യൻ. ഞാനോർത്തു ഞാൻ പറഞ്ഞ ഈ തവണയിൽ ഉത്തരം ശരിയായില്ലോ എന്നുള്ള അഭിമാനത്തോടുകൂടി ഞാൻ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല റിമി ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്ന ഗൗരവത്തിൽ ന്യായം പറയാൻ വേണ്ടിയിട്ട് അത് അവർക്കല്ലേ ഇതിന്റെ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓർത്തില്ല. ഞാൻ എന്താണ് ബുദ്ധി പരീക്ഷിക്കുന്നത്? ഞാൻ എന്റെ മനസ്സിൽ നിന്ന് വരുന്ന 3 ചോദിക്കട്ടെ. മണിപ്രവാളം എന്ന് പറഞ്ഞ എന്താണ്? മണി അടിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവുന്ന വെപ്രാളം. കറക്റ്റാ. ഇതുപോലെ ഉത്തരം എഴുതിയിട്ടാണ് റിമിക്ക് SLCക്ക് ഫസ്റ്റ് ക്ലാസ്സും പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയത്. അല്ലാതെ കോപ്പി അടിച്ചിട്ട് കിട്ടിയതല്ല. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ
മണിയടിക്കുമ്പോൾ കുട്ടികൾ. ഇത് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചപ്പം ഉത്തരം പറഞ്ഞു. ശാന്തമ്മ ടീച്ചർ ചോദിച്ചപ്പോ ആ ശാന്തമ്മ ടീച്ചർ അന്ന് ആ സ്കൂളിൽ നിന്ന് പോയതാ, പിന്നെ വന്നിട്ടില്ല. പക്ഷെ ടീച്ചറിന് പോയ വഴിക്ക് പുല്ല് പോലും എടുത്തിട്ടില്ല. പെട്ടെന്ന് അപ്സെറ്റ് ആയെങ്കിലും ടീച്ചറിനും പിള്ളേർക്കൊക്കെ എന്നെ അറിയാം. അങ്ങനെ അവർ മനസ്സിലിട്ടിട്ട് അതൊരു വൈരാഗ്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. തമ്മ കൊച്ചല്ലേ ആ സമയത്ത്. പക്ഷെ കൊച്ചത്ര ശരിയായിട്ടുള്ള കൊച്ചല്ലായിരുന്നല്ലേ. രണ്ടുപേരും കൂടി ചോദിക്കട്ടെ. ടൈ കെട്ടിയ കപ്പൽ. ടൈ കെട്ടിയ കപ്പൽ ഇതുപോലത്തെ എന്തെങ്കിലും കുസൃതിയായിരിക്കും. ആണ് കുസൃതിയല്ലേ ചോദിക്കുന്നത്. ബുദ്ധിപരമായ കാര്യങ്ങൾ എന്താ റിമിയോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പരാജയപ്പെട്ടെങ്കിൽ കൈവക്ക് 2 കൈയും. ടൈറ്റാനിക്. അയ്യോ അതെനിക്ക് പറയാൻ വന്നതാ. ഇങ്ങനെയാണ് മുഖത്ത് നോക്കി കള്ളം പറയണമെന്ന് ഈ അല്ലല്ല ടൈറ്റാനിക് എന്തോ പറയാൻ വന്ന. പക്ഷെ ഞാൻ 2-3 ചോദ്യം കൂടെ ചോദിക്കാം. ഒരെണ്ണെങ്കിലും ഉത്തരം പറയണം. നട്ടാൽ മുളയ്ക്കാത്ത പയർ. അമ്പയർ. ഓ കലക്കി. കാരണം ഞാനിത് എന്റെ പരിപാടിയിൽ എവിടെയോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എവിടെയോ എന്റെ പരിപാടി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത്. മധുരിക്കുന്ന കര. മധുരിക്കുന്ന കര. ഇത് പറഞ്ഞാൽ സമ്മാനമുണ്ട്. ഈ ബൈബിൾ ഞാൻ സമ്മാനമായി തരും. ശമ്പക്കര. ചക്കര. 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 അളക്കാൻ ഉപയോഗിക്കാത്ത നാഴി. ആവനാഴി. അത് വേണം ശരിയാക്കാൻ പാടില്ലേ. ഇടനാഴി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും അത് കറക്റ്റാണ്. ഒരു കൈ വഴി കൊടുക്കുക. സ്വന്തമായി കസേരയുള്ള മാൻ. കങ്കാരു. അല്ലല്ല സ്വന്തമായി കസേരയുള്ള മാൻ. മാൻ. മാൻ മനുഷ്യൻ. മാൻ. സ്വന്തമായി കസേര. സ്വന്തമായി കസേരയുള്ള മാൻ. ചെയർമാൻ. വന്നിരുന്നല്ലേ ഇടയ്ക്ക്. നമുക്ക് മാണി സാറിന് ഒന്നും കൂടി ഒന്ന് സംസാരിക്കണം. റിമീട്ട് വന്നു. ഹലോ. ഇത് ജോൺ ബ്രിട്ടാസ് ആണ്. ഒന്ന് മാണി സാറിന് കൊടുക്കോ പ്ലീസ്. ഇങ്ങോട്ട് വിളിച്ചിരുന്നു പറഞ്ഞു. ഇത് റിമി ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഷോ കഴിയാൻ പോവാണ് മാണി സാറേ. അതെ കഴിഞ്ഞു. റിമി എല്ലാം മണ്ടത്തരങ്ങളാ പറഞ്ഞത്. ഇത് കേൾക്കുന്നില്ല. പ്രത്യേകിച്ചൊന്നുമില്ല മാണി സാറേ. ഇത് മാണി സാർ അല്ല. പിന്നെ ഇതാരാ? ആരത്? റിമിയുടെ നാട്ടുകാരൻ ഒരാളാണിത്. ഞാൻ റിമിയുടെ നാട്ടുകാരനാണ്. ആരാന്ന് പെട്ടെന്ന് ശബ്ദം പെട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. റെജി. റിമിയുടെ നാട്ടുകാരൻ. എന്റെ പേര് റെജി എന്നാണ്. റെജി. പാലക്കാരനായിട്ടുള്ള മാണി സാറിനെ അനുകരിക്കുക എന്നുള്ളത്. അപ്പൊ റിമി നേരത്തെ സംസാരിച്ചത് മാണി സാറല്ല കേട്ട. അത് ശരി. അല്ല റെജി ഉഗ്രനായിട്ട് ചെയ്യും. പക്ഷെ ഈ സ്പീക്കറിനകത്തോടെ നമുക്ക് അങ്ങനെ ക്ലിയറും അല്ലല്ലോ. പിന്നെ നമ്മള് റിമി ലാസ്റ്റ് ഒരുമിച്ച് ചെയ്ത ഷോ കൈരളിയുടെ തന്നെയാണ്. അബുദാബിയില് ഇസല്ലയില. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കൊക്കെ നമ്മളെല്ലാരും അങ്ങനെ വിചാരിപ്പിക്കുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് റെജി ചെയ്തിരിക്കുക. ഒരു ഉഗ്രം കേട്ട് റെജി റെജിക്ക് യഥാർത്ഥത്തിൽ മാണി സാർ എന്ന് വിചാരിച്ചല്ലേ. പക്ഷെ മാണി സാർ വരാൻ തയ്യാറായിരുന്നു. സീരിയസ് ആയിട്ട്. മാണി സാർ ഒരു മീറ്റിംഗിലായതുകൊണ്ട് രാവിലെ ആണെങ്കിൽ 100% പങ്കെടുക്കാന്ന് പറഞ്ഞു. റിമിക്കോ ചൊണ്ണെങ്കിൽ ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും മാണി സാറിന് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കാം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. മണിസാറിനൊക്കെ തലമുറയ്ക്ക് ഒരു പഴയ പാട്ടുകളും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഒരു പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പാട്ട്. പുതിയ പാട്ട് കൊണ്ട് കൊടുക്കണോ? അവർക്കൊക്കെ ഇതായിരിക്കും കൂടുതൽ ഇഷ്ടം. ആണോ? അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണ. ജോസ് കെ മാണിക്ക് വേണ്ടി പിന്നെ പുതിയ പാട്ട് കൊടുക്കാം അല്ലേ?
കൊടുക്ക്. ഏത് പാട്ട് വേണം? ജോസ് കെ മാണിക്ക് വേണ്ടി ഇഷ്ടമുള്ള കൊടുക്ക്. അമ്മയും മുയലും ഞാൻ പുതിയ പാടിയ അതിലെ പാട്ട് കൊടുക്കാം അല്ലേ? കാണാ കൊമ്പിലെ കാക്കക്കറുമ്പൻ കൊണ്ടൊട്ടിക്കാവിലെ കാക്കാച്ചി പെണ്ണിനെ കണ്ടേ, കണ്ണുകൊണ്ട് മിണ്ടാട്ടം കൊണ്ടേ, കരിമഷി കണ്ണുകളിൽ കാവടിയാട്ടം, കരിവള്ള കിലുക്കിലുക്കി അന്ന നടമീളം, അന്ന് പുറവിളക്കിന്റെ നാളം, കുതിരി കത്തണ നേരം, 5-6 ചോടിട്ട് ആതിര തുള്ളുമ്പോ അരമണികിലുക്കം. പ്രിയൻ സാറിന്റെ പടത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പാട്ടാണിത് പാടുന്നത്. ഞാൻ ഒന്ന് മനസ്സ് മയക്കി എന്ന് പറഞ്ഞ അറബി ഒട്ടകവും പിന്നെ അമ്മയും മുയലും. റിമി, ഒരുപാട് പാട്ടുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ആ പാട്ടുകളുടെയൊക്കെ അഗ്രത്തിലും മൂലയിലൊക്കെ ഒന്ന് പിടിക്കണം എന്നൊക്കെ നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു 2-3-4 പാട്ടുകൾ കൂടി നമുക്ക് ഈ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ സ്വാഭാവികമായിട്ടും റിമീനെ ഞാനൊന്നൊരു അനാട്ടമിക്കൽ അനാവരണം നടത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. റിമിക്ക് ഇഷ്ടമുള്ള 1-2 പാട്ടും കൂടി ഒന്ന് പറയും. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനെ, കരളിൻ കുമ്പിളിൽ കുളിരിൻ തുള്ളിനി, കനവിൻ ചില്ലയിൽ പടരും വള്ളിനി, ഇണ പോലെന്നും ഇവളിനി രാഗലോലമായ മോഹിനി. റിമി, ഏതൊക്കെയാലും റോയ്സ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് റോയ്സിനെ ഇങ്ങോട്ട് വിളിക്കാം. റോയ്സ്, ഒന്ന് കയറി വരൂ. റോയ്സേ, ഈ റോയ്സിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തുന്നുണ്ട്. എന്നറിയോ? എന്തുകൊണ്ടെന്നറിയാം? റോയ്സ് അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല. റോയ്സിനെ ഇങ്ങനെ റിമി ഇങ്ങനെ ഈ ലൈം ലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. ഞാൻ സ്വയം മാറണതാ. അയത് പറ്റില്ല റോയ്സേ, ഒരാളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അല്ലേ? അതെ, ഒരാൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ നമ്മളൊരു കൂടുതൽ അതിൽ വന്നിട്ട് ഇടപെടുന്നത് ശരിയല്ല. ഞാനൊരു ചോദിച്ചോട്ടെ, ഇത് റിമി കേൾക്കണ്ട, എങ്ങനെയാണ് റിമിയെ സഹിക്കുന്നത്? അതൊരു സുഖ. റിമിയുടെ മുഖത്ത് നോക്കാതെ ഒരു ചോദ്യം ചോദിക്കുക. മുഖത്ത് നോക്കരുത്, എൻ്റെ മുഖത്ത് നോക്കാവുള്ളൂ. റിമിയോട് ചോദിക്കുകയാണ്, ഞാനാണ് സ്പീക്കർ കേട്ടാ, എന്നിലൂടെ ചോദിക്കുക. ചോദിക്കുക. റിമി സാധാരണ അതായത് ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാണുന്ന ഒരു ഇതാൾക്ക് നേരത്തെ ഒരു ചോദ്യം സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിമിക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരായിട്ട് ഒരു PR വർക്ക് കുറവാണ്. അത് ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. ആദ്യമേ ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോൾ ഒട്ടുമില്ല. ഇപ്പോഴും ഇല്ല, ആദ്യമേ ഇല്ല. എന്ത് പറഞ്ഞാൽ ആള് ഇങ്ങനെ നമ്മളൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിനക്ക് ചോദിച്ചോടെ നോക്കുമ്പോൾ അത് വേണ്ട, ഞാൻ പാലയിൽ ഇരുന്നിട്ട് എനിക്ക് പാട്ട് വന്നതാണ്, അപ്പോൾ ഇവിടെ ഇരുന്നിട്ടായാലും അത് വരേണ്ടത് വന്നോളും എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അസാധ്യ കോൺഫിഡൻസ് ആണ്. അത് വന്നോളും, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് റോയ്സിനോട് ചോദ്യം ചോദിക്കട്ടെ. റിമിയുടെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവം ഏതാണ്? ഒന്നുമില്ലേ? അല്ല, സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ. സ്പോണ്ടേനിറ്റി നല്ല അതല്ല TV പരിപാടിയുടെ സ്വഭാവത്തില് അല്ല ഇതന്നെ ഇത് വീട്ടിൽ കാണുന്നത് തന്നെയാണ് നിങ്ങൾ ടിവിയിലും കാണുന്നത്. ഇതേ സ്വഭാവം തന്നെയാണ് അവിടെ. കുറച്ചുകൂടി കൂടുതലാണല്ലോ. കുറച്ചുകൂടെ കൂടുതൽ എങ്ങനെയാ? ഞാൻ എപ്പോഴും ഭയങ്കര ഒച്ചപ്പാടാണ് വീട്ടിൽ. അല്ല, അങ്ങനത്തെ ഇതല്ല പറഞ്ഞ ഫുൾ ഒച്ചപ്പാടെന്നല്ല, ഹാഫ് ഒച്ചപ്പാട്. അല്ല, ഞാൻ ഒച്ചപ്പാടെടുത്ത് മിണ്ടാണ്ടിരുന്നാല് എന്തായാലും ചൊറിഞ്ഞുകൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും മിണ്ടിക്കാൻ വേണ്ടി വരും. ഈ ചൊറിയിലാണ് മൂപ്പരുടെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ. റോയ്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, മറ്റേ ഗ്ലാസ്, അങ്ങനെ കച്ചവടം. നല്ല പൈസ കിട്ടുന്നുണ്ടോ റോയ്സ്? കുഴപ്പമില്ല. ഓ, ഒരു തൃശ്ശൂരുകാരനും. പക്ഷെ ഈ റോയ്സ് ഒരു കാര്യമുണ്ട്, നല്ലൊരു കാർ റേസിംഗിന്റെ ആളും കൂടിയാണ്. അതൊരു ഹരമാണല്ലോ. ഇപ്പൊ എന്താ വയസ്സൊക്കെ ആയിപ്പോയോ? ഇല്ല, അത് നമ്മൾ 60 വയസ്സായാലും വണ്ടി ഓടിക്കും. റോയ്സിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യമുണ്ട്. അതായത് റോയ്സ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ റിമിക്ക് പക്വതയും പ്രായമായിട്ട് മാത്രമേ ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനുള്ളൂ. ആയോ? ആയിട്ടുണ്ട്. ഓ, റിമി പക്വതയും പ്രായമായത് പറയണു. അല്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്ന 50 വയസ്സ് കഴിഞ്ഞാൽ ആയാലെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതാണ് റിയൽ ഫാക്ട്. അതാണ് സത്യം. റിമി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ റോയ്സിന് ഇഷ്ടപ്പെട്ട ഏതാണ്?
മീൻകറി വെക്കണത് ഭയങ്കര ടേസ്റ്റാണ്. ഇടയ്ക്ക് വെക്കും. തേങ്ങ അരച്ച് വെക്കുന്നതാണോ അത് മുളകിട്ട് വെക്കുന്നത്? മുളകിട്ട് വെക്കുന്നത്. തേങ്ങ അരച്ച് അവർ ഒരിക്കലും വെക്കില്ല. അല്ലേ, അത് തൃശ്ശൂരൊക്കെ പറ്റുള്ളൂ. അതാണ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും ബോറായിട്ടുള്ളൊരു ഭക്ഷണം അതായിരുന്നു. ഇല്ല, അതങ്ങനെ ഉണ്ടായിട്ടില്ല. ആ കൂടി ഒരു കുറച്ച് പ്രാവശ്യം വെച്ചിട്ടുള്ളൂ. പക്ഷെ വെച്ചിട്ടുള്ളതൊക്കെ നല്ല രസമായിരുന്നു. ഞാനിങ്ങനെ കണ്ണുമായും വിളിച്ചിരിക്കാം. കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു ആ പരീക്ഷണം. അല്ല, അത് കഴിഞ്ഞിട്ടില്ല. ഞങ്ങള് മാത്രമായിട്ട് താമസം മാറിയപ്പോഴും ഒറ്റയ്ക്ക് അതിന് ഈ റിമി തന്നെത്താൻ വെച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാരും വിശ്വസിക്കത്തില്ല ഞാൻ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ ലക്ഷ്മി നായർ ചേച്ചിക്ക് വേണം താങ്ക്സ് പറയാൻ. ചേച്ചിയുടെ കുറെ പുസ്തകം പല എഡിഷണൽ ആയിട്ട് ഇപ്പോഴും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് നോക്കിയിട്ട് പക്ഷെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടേ പാട്ടിനൊക്കെ പോയി എനിക്ക് അടുക്കള കയറേണ്ടേ വന്നിട്ടില്ല. അമ്മ എപ്പോഴും നമ്മളെ ഒരു ഇത്രയും വർക്ക് ചെയ്യുന്ന ഒച്ചല്ലേ, അടുക്കളയിൽ കയറാൻ സമയം ഉണ്ടായിട്ടില്ല, വളർത്തിയത്. പക്ഷെ കല്യാണം കഴിഞ്ഞ പാടെ ആ പുസ്തകം കിട്ടുകയും ആദ്യമായിട്ട് വെക്കുന്ന ഒരാൾ വെക്കുന്ന പോലെ അല്ല ഞാൻ വെച്ചത്. ആരും വിശ്വസിക്കുന്നില്ലായിരുന്നു. ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. കൊറേ കടുക് വേണമെന്നുള്ളൂ. 1/2 കിലോ കടുക് വേണം ആൾക്ക്. 1/2 കിലോ കടുക് വേണം. ഈ കടുക് പൊട്ടുന്ന പോലെയാണല്ലോ സ്റ്റേജിൽ. അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കണോ? റിമി, ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഇഷ്ടമുള്ളൊരു പാട്ട്. കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം, ഹൃദയം നിറയെ പ്രണയം പകരാൻ നാഥനായി നീ കൂടെ വേണം. കണ്ണനായാൽ